നിങ്ങളുടെ മകൾ നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മോളെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ റെഡിയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇത് ഒരു ഇബാദത്താണ്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഒരു ഇബാദത്താണ്. ഇത് മസിൽ പിടിച്ച് പറയേണ്ട കാര്യമല്ല. നല്ല സന്തോഷത്തോടെ ആണ് ഈ ഒരു ഇടപാട് നടക്കുന്നത്. ഒരു ഇടപാടാണ്. എന്നാൽ നിസ്കാരം ഇബാദത്താണ്. പക്ഷെ നിസ്കാരത്തിൽ ചിരിയും കളിയും തമാശയൊന്നുമില്ല. ഒരു പ്രത്യേകമായ സംഭാഷണമാണ്. ഹജ്ജ് മറ്റൊന്നാണ്. ഹജ്ജിൽ നമ്മള് കഴിഞ്ഞ വർഷം ഹജ്ജിന് മിനായിൽ ജംറ എറിയാൻ 52 ഡിഗ്രി ചൂടത്താണ് 12 കിലോമീറ്റർ നടന്നത്. ഒരാൾ പറയാം ഞാൻ ഇവിടെ തമ്പുപുത്രക്ക് എറിയില്ലാന്ന് പറ്റൂല, എറിഞ്ഞേ തീരോ നടന്നേ തീരോ, ഒരു രക്ഷയില്ല. സഫാ മറുവക്കടയിൽ നടക്കണം, കുറച്ച് ആ പച്ച കത്തിയതിന്റെ ഇടയിൽ ഒന്ന് സ്പീഡ് നടക്കണം. ഞാന് നടക്കൂലാറിയാൻ പറ്റുമോ? പറ്റൂല, അത് നടന്നേ പറ്റൂ. അത് മറ്റൊന്ന് അവിടെ അടങ്ങിയിരിക്കേണ്ട സമയമല്ല, ഓടേണ്ട സമയം ഉണ്ടാവും, നടക്കേണ്ട സമയം ഉണ്ടാവും. ഇങ്ങനെ പ്രത്യേകമായ ഓരോ ഇബാദത്തുകൾക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇബാദത്താണ്. ഈ ഇബാദത്തിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നിക്കാഹ് കഴിഞ്ഞിട്ടും ഇരു കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് സുന്ദരമായ രൂപത്തിലാണ് ഇവിടെ നിക്കാഹിന് ഖുത്ബ നിർവഹിച്ചു, പ്രാർത്ഥിച്ചു. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നവദമ്പതിമാർക്ക് നൽകിയ സുന്ദരമായ ഗിഫ്റ്റ് ആണ്. ഈത്തപ്പഴമല്ല, അണ്ടിപ്പരിപ്പല്ല, മുന്തിരിയല്ല, ബ്രോസ്റ്റൊന്നുമല്ല. ഇതാണ് അവിടെ നൽകിയ വലിയ സുന്ദരമായ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് ഇതിന് ശേഷം ഈ ഒരു ഇബാദത്തിനെ തടസ്സപ്പെടുത്തുന്ന വല്ല അമലും ഇരു കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത്തഹിയാത്തിൽ ഉളുഹ് പോയതുപോലെയാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ മടക്കി ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടെ കുടുംബ ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായാണ് പിന്നീട് നമ്മളെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ്. പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് കടന്നു വരുന്ന ഷഹിൻസ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, ആ കാറിൽ പോവണം, ഈ കാറിൽ പോവണം, ആ ബുള്ളറ്റുമോ പോകണം, ഈ ബുള്ളറ്റുമോ പോകണം, iPhone 16 വാങ്ങിത്തരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നടന്നുകൊള്ളണം എന്നില്ല. എന്നതുപോലെ തന്നെ ഷഹിൻസയുടെ മുമ്പിലുമുണ്ട് എനിക്ക് വധുവായി കടന്നു വരുന്ന നഫീസത്തുൽ മിസ്രിയ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോളം മുമ്പിലുണ്ടാവും. ഇത് രണ്ടും പൂർണ്ണമായി നടക്കൂല. ഇനി എനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കുറെ കോമ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഓരോട് ചോദിച്ചാൽ മതി തങ്ങൾ പറഞ്ഞ മാതിരിയോ പോലെ ആർക്ക് അങ്ങനത്തിനങ്ങായി അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്. ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ഓള് പറഞ്ഞ പോലെ ആരെയാകണം, അവിടെയാണ് പലപ്പോഴും പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും